സംസ്ഥാന ഹജ്ജ് ക്യാമ്പിന് കരിപ്പൂർ ഹജ്ജ് ഹൌസിൽ തുടക്കമായി. ക്യാമ്പിന്റെ ഉദ്ഘാടനം സംസ്ഥാന കായിക ന്യൂനപക്ഷ ഹജ്ജ് വഖഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു. ഈ വിമാനത്താവളത്തിൽ നിന്നും പോകുന്നത് ഏകദേശം 10,308 ആളുകളാണ്. കണ്ണൂരിൽ നിന്നും 3,141 ജായമാരാണ് പോകുന്നത്. കൊച്ചിയിൽ നിന്നും 4,391 ഹാജിമാരാണ്. കോഴിക്കോടിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും അധികം ഹാജിമാർ ഈ എംബാർക്കേഷൻ പോയിന്റിൽ നിന്നും പോകുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് നിന്നും 17,840 പേർക്കാണ് ഇത്തവണ ഹജ്ജ് തീർത്ഥാടനത്തിനുള്ള അവസരം ലഭ്യമായിട്ടുള്ളത്. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ 3 എംബാർക്കേഷൻ പോയിന്റുകൾ, ആ പോയിന്റുകളിലെ ആളുകളുടെ എണ്ണമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇതിൽ സംസ്ഥാനത്ത് നിന്ന് ഇത്രയധികം ഹജ്ജിമാർ പോകുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളത് ഹജ്ജ് കമ്മിറ്റിയുടെയും ബന്ധപ്പെട്ട വളണ്ടിയർമാരുടെയും പ്രത്യേകിച്ച് ജനപ്രതിനിധികളൊക്കെ തന്നെ വലിയ തോതിലുള്ള പരിശ്രമമാണ് നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഭക്ഷണം ഒരുക്കുന്ന കാര്യമായാലും അതോടൊപ്പം തന്നെ നിങ്ങളുടെ താമസ സൗകര്യങ്ങൾ, നിങ്ങളുടെ ലഗേജുകൾ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ മക്കത്തെത്തിച്ചേർന്നാണ് നിങ്ങളെ സഹായിക്കാനുള്ള വളണ്ടിയേഴ്സും അവർക്ക് പ്രത്യേകം പരിശീലനം നൽകിക്കൊണ്ടാണ് ഇതിനൊക്കെ തന്നെ തയ്യാറെടുപ്പ് നടത്തിയത്. സംസ്ഥാനത്തുള്ള ഹജ്ജ് യാത്ര ഏറ്റവും സുഗമമാക്കുക, ഏറ്റവും സൗകര്യപ്രദമാക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് ഇതിലെടുത്തിട്ടുള്ള നയം. ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഇത് നടത്തിക്കൊണ്ടു പോകുന്നത് ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടറെയാണ് സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി പ്രത്യേകം തന്നെ ഇതിന് നേതൃത്വം വഹിക്കുന്നുണ്ട്. ഇതിൽ അതോടൊപ്പം തന്നെ ജില്ലാ കലക്ടറെ സഹായിക്കുന്നതിന് വേണ്ടി നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെ മുൻ SP ആയിരുന്ന ശ്രീ അബ്ദുൽ കരീമൻ പ്രത്യേക ഉദ്യോഗസ്ഥനായി ഇതിൽ ചുമതലപ്പെടുത്തി. തിങ്കളാഴ്ച രാവിലെ മുതൽ തന്നെ തീർത്ഥാടകർ ക്യാമ്പിലെത്തി തുടങ്ങിയിരുന്നു. വിമാനത്താവളത്തിലെ എയർലൈൻ കൗണ്ടറിൽ ലഗേജുകൾ കൈമാറിയ ശേഷമാണ് ഹജ്ജ് കമ്മിറ്റി ഏർപ്പെടുത്തിയ പ്രത്യേക ബസ്സുകളിൽ സംഘം ക്യാമ്പിൽ എത്തുന്നത്. ജൂൺ 9 വരെയുള്ള 20 ദിവസങ്ങളിൽ കോഴിക്കോട് എംബാർക്കേഷനിലെ ഹജ്ജ് ക്യാമ്പ് തുടരും. ചടങ്ങിൽ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി അധ്യക്ഷനായിരുന്നു. TV ഇബ്രാഹിം MLA ആമുഖ പ്രഭാഷണം നടത്തി. MP-മാരായ ET മുഹമ്മദ് ബഷീർ, അബ്ദുൽ സമദ് സമദാനി, MLA-മാരായ അഹമ്മദ് ദേവർകോവിൽ, PTA റഹീം, മുഹമ്മദ് മോസിൻ, P അബ്ദുൽ ഹമീദ്, P ഉബൈദുള്ള, കൊണ്ടോട്ടി നഗരസഭാ ചെയർപേഴ്സൺ CT ഫാത്തിമത്ത് സൂറ, കൊണ്ടോട്ടി ബ്ലോക്ക് പ്രസിഡന്റ് K ബിന്ദു, വാർഡ് കൗൺസിലർ അലി വെട്ടോടൻ, എയർപോർട്ട് ഡയറക്ടർ ഇൻചാർജ് രാജേഷ്, DGM സുനിത വർഗീസ്, സംസ്ഥാന വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് MK സക്കീർ, ഓർഫനേജ് കൺട്രോൾ ബോർഡ് ചെയർമാൻ N അലി അബ്ദുള്ള, സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി, കോഴിക്കോട് ഖാസി സയ്യിദ് മുഹമ്മദ് കോയ ജമലുലൈലി, കടക്കൽ അബ്ദുൽ അസീസ് മൗലവി, CP ഉമ്മർ സുല്ലമി, സയ്യിദ് ഷറഫുദ്ദീൻ ജുമലുലൈലി, K മോയിൻകുട്ടി മാസ്റ്റർ, TP അബ്ദുള്ള കോയ, അബ്ദുൽ ലത്തീഫ്, K അബ്ദുൽ ഹമീദ്, എഞ്ചിനീയർ മുഹമ്മദ് കോയ തുടങ്ങിയവർ സംബന്ധിച്ചു. തീർത്ഥാടകരെ ഹൃദ്യമായി സ്വീകരിക്കുന്നതിനും യാത്രയാക്കുന്നതിനും വിപുലമായ സൗകര്യങ്ങളാണ് ഹജ്ജ് ക്യാമ്പിൽ ഒരുക്കിയിട്ടുള്ളത്. ക്യാമ്പിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും താമസം, ഭക്ഷണം, പ്രാഥമിക ആവശ്യം, പ്രാർത്ഥന എന്നിവയ്ക്കായി പ്രത്യേകമായ ഹാളുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തീർത്ഥാടകർക്ക് യാത്രാരേഖകളും യാത്രാ നിർദ്ദേശങ്ങളും ക്യാമ്പിൽ വെച്ച് നൽകും. വിമാനം പുറപ്പെടുന്നതിൻ്റെ 4 മണിക്കൂർ മുമ്പ് തീർത്ഥാടകരെ പ്രത്യേക ബസ്സിൽ എയർപോർട്ടിൽ എത്തിക്കും. എമിഗ്രേഷൻ നടപടികൾ വേഗത്തിലാക്കാൻ കൂടുതൽ കൗണ്ടറുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. തീർത്ഥാടകരുടെ സുരക്ഷയ്ക്കും പരിസരത്തെ ഗതാഗത നിയന്ത്രണങ്ങളുമായി എയർപോർട്ടിലും ഹജ്ജ് ക്യാമ്പിലും പോലീസ് സേനയും പ്രത്യേകമായി വിന്യസിച്ചിട്ടുണ്ട്. തീർത്ഥാടകർ ക്യാമ്പിൽ റിപ്പോർട്ട് ചെയ്യുന്നത് മുതൽ വിമാനം കയറുന്നതുവരെ വോളണ്ടിയർമാരുടെ മുഴുവൻ സമയ സേവനമുണ്ട്. തീർത്ഥാടകരുടെ അടിയന്തര മെഡിക്കൽ ആവശ്യത്തിനായി വിവിധ മെഡിക്കൽ വിഭാഗങ്ങളുടെ 24 മണിക്കൂർ സേവനവും ലഭ്യമാണ്. ഫയർ ആൻഡ് റെസ്ക്യൂ ആംബുലൻസ് സേവനവും സജ്ജമാണ്. ജൂലൈ 1 മുതൽ 22 വരെയുള്ള കാലയളവിൽ മദീന വഴിയാണ് കേരളത്തിലുള്ള ഹാജിമാരുടെ മടക്കയാത്ര ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. മലപ്പുറം ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് 12ാം വാർഷികാനുബന്ധിച്ച് ഒരു അടിപൊളി ഓഫർ. എന്താണെന്നല്ലേ, 1/2 പവൻ മുകളിലെ എല്ലാ സ്വർണ്ണാഭരണ പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം. 17,000 മുതൽ 1 ലക്ഷം വരെയുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും നിങ്ങൾക്ക് നേടാം ഒരു ഗോൾഡ് കോയിൻ. 1 ലക്ഷം മുതലുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും ഒരു ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം. അൺകട്ട് ഡയമണ്ട് ഓർണമെന്റ്സിന് 0% മുതലാണ് പണിക്കൂലി വരുന്നത്. അതിന്റെ പുറമെ ഇതിന്റെ സ്റ്റോൺസിന് 25% ഡിസ്കൗണ്ട് ലഭിക്കുന്നു. വെള്ളി ആഭരണങ്ങൾക്ക് 25%
30% മുതൽ ഡിസ്കൗണ്ടും കൂടാതെ വാച്ചുകൾക്ക് 50% മുതൽ സ്പെഷ്യൽ ഡിസ്കൗണ്ടും ഉണ്ട്. 1 gram മുതലുള്ള റോസ് ഗോൾഡ് ജ്വല്ലറിന്റെ വിപുലമായ കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ആന്റിക് ആൻഡ് സിംഗപ്പൂർ ഗോൾഡ് ആഭരണങ്ങൾക്ക് 0% മുതലാണ് പണിക്കൂലി വരുന്നത്. തിരഞ്ഞെടുക്കപ്പെടുന്ന 3 വെഡിംഗ് കസ്റ്റമേഴ്സിന് പണിക്കൂലി സൗജന്യം. അതായത് ഫസ്റ്റ് പ്രൈസ് 100%, സെക്കൻഡ് പ്രൈസ് 50%, തേർഡ് പ്രൈസ് 25% പണിക്കൂലിയിലാണ്. ജൂലൈ 31 വരെ ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവധി സമ്മാനം. അത് കൂടാണ്ട് മെഗാ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ്, സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ്, തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ. ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്.